ഹലോ ഡിയാസ്, ഇന്ന് നമുക്കൊരു കുക്കിംഗ് വീഡിയോ ആയാലോ. ഞാനിന്ന് ഒരു സിമ്പിളായിട്ടൊരു ക്യാരറ്റ് ഹൽവയാണ് കേട്ടോ ഉണ്ടാക്കാൻ നോക്കുന്നത്. നമുക്കിത് ഗ്രേറ്റ് ചെയ്തിട്ട് വരാമേ. ഇത് ഞാൻ ഗ്രേറ്റ് ചെയ്തെടുത്തതാണ് കേട്ടോ. നല്ല റെഡ് കളറിലെ ക്യാരറ്റാട്ടോ, അതാ ഈ കളറിലിരിക്കുന്നത്. നമുക്ക് ഗ്രേറ്റ് ചെയ്തിട്ട് നമുക്ക് പാനിലേക്ക് മാറ്റാം. പാൻ വെച്ചിട്ട് ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുന്നവർ നമുക്ക് വെയിറ്റ് ചെയ്യാമേ. വെള്ളമൊക്കെ ഇതായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്കൊരു 2 ടീസ്പൂണ് നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യൊക്കെ ചൂടായി വരുന്നുണ്ട്. ഇനി നമുക്കിതിൽ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ് ചേർത്ത് കൊടുക്കാതെ ഇത് നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് കേട്ടോ. വേറെ പ്രത്യേകിച്ചൊന്നും ചേർക്കുന്നില്ല. അത് മാത്രമല്ല എൻ്റെ കയ്യിൽ നട്ട്സൊന്നും ഇല്ലായിരുന്നു, അതുകൊണ്ട് തന്നെ അതൊന്നും ഞാൻ ചേർത്തിട്ടില്ല കേട്ടോ. അതൊക്കെ ചേർക്കാതെ തന്നെ നമുക്ക് സിമ്പിളായിട്ട് വളരെ ടേസ്റ്റി ആയിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാനും പറ്റും കേട്ടോ. പെട്ടെന്നുള്ള ഡിഷസിനൊക്കെ പെട്ടെന്ന് കുട്ടികൾക്ക് അതിലുള്ള ഫുഡൊക്കെ കൊടുക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഇത് നന്നായിട്ട് നെയ്യിലൊന്ന് വഴറ്റിയെടുക്കുക. അതിൻ്റെ ആ ഒരു പച്ച ചുവ പോകുന്നത് വരെ നമ്മൾ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. ശേഷം നമുക്ക് ഇത് ഞാൻ പഞ്ചസാരയും ഏലക്കയും കൂടി ചേർത്തിട്ട് പൊടിച്ചെടുത്തതാണ് കേട്ടോ. അതുകൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിൽ കുറച്ച് പാലുകൂടി, ഇതിനാവശ്യമായിട്ടുള്ള പാലുകൂടി ചേർത്ത് വെക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കുറുക്കിയെടുക്കാം. ഈ പാലെല്ലാം വറ്റി വരുമ്പോഴത്തേക്കും ക്യാരറ്റ് വെന്ത് വരും. അതിനാവശ്യമായിട്ടുള്ള പാല് നമ്മൾ ചേർക്കണം കേട്ടോ. ക്യാരറ്റ് വെന്ത് വരാൻ ആവശ്യമായിട്ടുള്ള പാല് ചേർക്കുക. എന്നിട്ട് ഈ പാലെല്ലാം ക്യാരറ്റ് അല്ലെ വെന്തിട്ട് ഇത് വറ്റി വരുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കണം. ഇതിൽ നമുക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ഉണ്ടെങ്കിൽ അതുകൂടി ആഡ് ചെയ്ത് കൊടുക്കാവേ. ഉണ്ടെങ്കിൽ മതി, ഇല്ലെങ്കിൽ നമുക്ക് അത് സ്കിപ്പ് ചെയ്യാം കേട്ടോ. ചേർത്ത് കൊടുത്താലൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. കണ്ടില്ലേ, അത് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല കുറുകി വന്നിട്ടുണ്ട്. ഇനിയും കുറച്ചുകൂടി കുറുകാണ്ട്. നമ്മുടെ കറക്റ്റ് പറയുകയാണെങ്കിൽ നമ്മുടെ ചട്ടിയിൽ നിന്ന് വിട്ട് വരുന്ന പരുവം, ആ പരുവത്തിൽ ഹൽവ പരുവ അറിയാമല്ലോ, ആ പരുവാക്കിയെടുക്കണം. അതായത് ഈ പാലിൻ്റെ അംശമൊക്കെ നല്ല വറ്റിയിട്ട് വരണം. അതുവരെ നമുക്ക് ഇളക്കി കൊടുക്കാതെ അതുവരെ നന്നായിട്ട് ഇളക്കുക. അതല്ലേ അതിൻ്റെ നിറമൊക്കെ മാറി വന്നിട്ടുണ്ട്. കണ്ടോ, ഇതിങ്ങനെ ഇരിക്കുന്നത് നോക്കണ്ട കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ. പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റും, നല്ല ടേസ്റ്റുമാണ് കേട്ടോ. ഇത് ഏകദേശം റെഡി ആയിട്ടുണ്ട്. എൻ്റെ ക്യാരറ്റ് ഹൽവ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റാവേ. ഇത് കണ്ടില്ലേ, അതിൻ്റെ സ്ട്രക്ചർ തന്നെ കണ്ടില്ലേ, എന്തൊരു സൂപ്പറല്ലേ. കാണാൻ തന്നെ നല്ല രസമാട്ടോ. അതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാട്ടോ. നമ്മൾ ഒരിക്കൽ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ ക്യാരറ്റ് കഴിക്കാത്ത കുട്ടികൾ പോലും കഴിക്കും കേട്ടോ. കഴിക്കാത്ത കുഞ്ഞുങ്ങൾ വീട്ടിലുണ്ടെങ്കിൽ ഇതുപോലെ നമ്മൾ ഉണ്ടാക്കി ട്രൈ ചെയ്ത് കൊടുത്താൽ മതി. കുട്ടികൾ ചോദിച്ച് വാങ്ങിച്ച് കഴിച്ചോളൂ. ഇതല്ലേ എന്തൊരു ചന്തല്ലേ കാണാൻ. അപ്പോൾ എല്ലാവരും വീട്ടിലൊന്ന് ഉണ്ടാക്കി കൊടുക്കുക കേട്ടോ. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റ് ചെയ്യണേ.